വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല ബോൾഡായി സ്മാർട്ടായി ജീവിക്കുക എന്നത്. എന്നാൽ പലർക്കും അത് പറ്റാറില്ല. ഇന്നത്തെ വീഡിയോയിൽ നല്ല സ്മാർട്ടായി ബോൾഡായി ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാനായിട്ട് പഠിക്കുക. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കൂടെ ഒരാളില്ലാതെ അവർ ഒരിടത്തും പോവില്ല. ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് ബാങ്കിൽ പോകാനാണെങ്കിലും, ഇനി നിങ്ങൾക്ക് കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിലും എപ്പോഴും ഇവർക്ക് കൂടെ ഒരാളുണ്ടാവണം. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആദ്യമൊക്കെ ഇത് നല്ല ടഫായിരിക്കും, എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ആദ്യം അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ തനിയെ ഒന്ന് പോയി ശീലിക്കുക. ഒരു 3-4 തവണ നിങ്ങൾ തനിയെ പോയി കഴിയുമ്പം ഈ ഒരു പേടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും തനിയെ പോകാനായിട്ട് ശീലിക്കുക. ഒരാളിൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന ഒരു നിർബന്ധം മാറ്റിവെക്കാനായിട്ട് ട്രൈ ചെയ്യുക. ബോൾഡ് ആകാനുള്ള ഏറ്റവും ഇനീഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണിത്. രണ്ടാമതായിട്ട്, നോ പറയാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് എല്ലാത്തിനും എസ് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യാൻ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് കരുതി അത് ഓക്കെ പറഞ്ഞ് പിന്നെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്നതിലും എന്ത് നല്ലതാണ് ആദ്യം തന്നെ എനിക്കിത് പറ്റില്ല എന്ന് തുറന്നു പറയുന്നത്. ആദ്യമൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുമായിരിക്കും, ഓ അഹങ്കാരി, അല്ലെങ്കിൽ ഓ ഞാൻ പറഞ്ഞിട്ട് ഇവളത് മൈൻഡ് ചെയ്തില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ആരുടെ മുന്നിലാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും നോ പറയാനായിട്ട് നിങ്ങൾ പഠിക്കുക. എടുത്തടിച്ച് മുഖത്ത് നോക്കി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് സോഫ്റ്റായിട്ട് എനിക്കിത് പറ്റില്ല എന്ന് കാര്യം പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പറ്റാത്ത ഒരു കാര്യം ഒരിക്കലും യെസ് പറഞ്ഞ് സമ്മതിക്കാതിരിക്കുക. അപ്പോൾ എല്ലാ കാര്യത്തിനും യെസ് പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പതിയെ ഈ ഒരു നോ പറഞ്ഞ് ശീലിച്ച് തുടങ്ങുമ്പം ബോൾഡ് ആകാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പും കടന്നു. മൂന്നാമതായിട്ട്, നിങ്ങൾ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ബോൾഡാണ്, സ്മാർട്ടാണ് എന്നൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ബോൾഡ് ആവണം അല്ലെങ്കിൽ സ്മാർട്ട് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതുപോലെയൊക്കെ ഒന്ന് പെരുമാറാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആ ഒരു രീതി ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും തല കുലുക്കി പാവമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ബോൾഡ് ആവാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾ നല്ല സ്മാർട്ടായി നിങ്ങൾ ഫേസിൽ നോക്കി, ആളുകളുടെ ഫേസിൽ നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് പഠിക്കുക. പറയുന്ന എന്ത് കാര്യമാണെങ്കിലും നല്ല വ്യക്തമായിട്ട് തന്നെ പറയുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഓ അത് ശരി എന്ന രീതിയിലല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. എന്ത് കാര്യത്തിനാണെങ്കിലും അത് തുറന്നു പറയാനായിട്ടുള്ള ഒരു ധൈര്യവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുമ്പം നിങ്ങൾ അങ്ങനെ ആയിത്തീരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നാലാമതായിട്ട്, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കുക. ഒരിക്കലും ബോൾഡായ ഒരാൾ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല. ചെറിയ തീരുമാനങ്ങൾ എടുത്ത് പഠിച്ചു തുടങ്ങുക. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരായിരിക്കും ഇതുവരെ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ഏത് ഡ്രസ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുമ്പ് നിങ്ങളുടെ പേരൻസ് ആയിരിക്കും ചൂസ് ചെയ്തിരുന്നത്. ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലെ ചെറിയ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും മറ്റൊരാളല്ല ഡിസൈൻ ചെയ്യേണ്ടത്, അത് നിങ്ങൾ തന്നെ വേണം ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അഞ്ചാമതായിട്ട്, സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് പഠിക്കുക. നമ്മൾ പറയുന്ന ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം മറ്റൊരാളെ പേടിച്ച് നമ്മളിത് പറയാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മോശക്കാരിയായി കാണുമോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങളത് പറയാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കുള്ള പ്ലേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അവിടെ പറയാം. അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയാനായിട്ട് നിങ്ങൾ പഠിക്കുക. ആറാമത്തെ കാര്യം, നിങ്ങളെപ്പോഴും സത്യസന്ധരായിരിക്കുക.
ഇപ്പം നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് തുറന്നു പറയാനായിട്ടുള്ള മനസ്സ് കാണിക്കുക. ആർഗ്യുമെൻറ്റ്സ് ഒക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുത്തു, മേ ബി നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം, പക്ഷെ അത് തെറ്റിപ്പോയി. അത് തെറ്റായിരുന്നെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുക. ഒരിക്കലും നിങ്ങളുടെ തെറ്റ് മറ്റൊരാളുടെ മേൽ വെച്ച് പഴി ചാരാതിരിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബോൾഡായ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.